നമസ്കാരം. വില്ലേജ് ന്യൂസ് വെബ് ടിവിയിലേക്ക് ഏവർക്കും സ്വാഗതം. രാഷ്ട്രീയത്തിൽ ഒന്നും രണ്ടല്ല, ഇതൊരു നാട്ടുചൊല്ലാണ്. ഇത് നന്നെ അനുഭവിച്ചറിഞ്ഞവനാണ് ജോസ് കെ മാണി. പാലായിൽ മത്സരിക്കണമെന്ന് അദ്ദേഹം ഇപ്പോഴും ഉറപ്പിച്ചിട്ടില്ല. അത് തീരുമാനമെടുക്കേണ്ട സമയമെത്തിയിരിക്കുന്നു. ഇപ്പോഴും അദ്ദേഹം സന്ദേഹത്തിലാണ്. പല സർവേകളും നടക്കുന്നതിനൊപ്പം ജോസ് കെ മാണിയും ചില സർവേകൾ നടത്തിയിരുന്നു. ആദ്യ സർവേ അനുകൂലമല്ലെന്ന് തിരിച്ചറിഞ്ഞ സന്ദർഭത്തിലായിരുന്നു UDF-ലേക്ക് ഒരു മാറ്റത്തെപ്പറ്റി അദ്ദേഹം ചിന്തിച്ചത്. പക്ഷേ അത് CPM-ഉം മന്ത്രി റോഷി അഗസ്റ്റിനും ചേർന്ന് വെട്ടി. അതിനുശേഷം 2 സർവേകൾ കൂടി അദ്ദേഹം നടത്തി കഴിഞ്ഞിരിക്കുന്നു. രണ്ടും അനുകൂലമല്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കാരണം കോട്ടയം ജില്ലയിൽ BJP ഒരു കറുത്ത കുതിരയായി മാറിക്കൊണ്ടിരിക്കുന്നു. മുൻകാലങ്ങളിൽ കോട്ടയം ജില്ലയിൽ LDF-ഉം UDF-ഉം തമ്മിലായിരുന്നു മത്സരം. അന്നൊക്കെ BJP മത്സര രംഗത്തുണ്ടായിരുന്നെങ്കിലും അവരുടെ വലിയൊരു വിഭാഗം വോട്ട് ഏതെങ്കിലും മുന്നണി അപഹരിക്കുകയായിരുന്നു പതിവ്. എന്നാൽ ഇത്തവണ അതിന് മാറ്റം വരുമെന്നാണ് പുറത്തുവരുന്ന വിവരം. മറ്റു ജില്ലകളെ അപേക്ഷിച്ച് BJPക്ക് കാര്യമായ സ്വാധീനമില്ലെന്ന് വിലയിരുത്തിയിരുന്ന ജില്ലയാണ് കോട്ടയം. എന്നാൽ ഇത്തവണ അങ്ങനെയല്ല. ജില്ലയിൽ 4 സീറ്റുകൾ പിടിക്കാനും വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാനുമാണ് BJPയുടെ ശ്രമം. കോട്ടയം ജില്ലയിൽ BJP പിടിക്കാമെന്ന് കരുതുന്ന ഒരു സീറ്റാണ് കാഞ്ഞിരപ്പള്ളി. 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമായിരുന്ന കാഞ്ഞിരപ്പള്ളി അന്നത്തെ മത്സരത്തിൽ BJP സ്ഥാനാർത്ഥിയായിരുന്ന K. സുരേന്ദ്രൻ ഇവിടെ നിന്ന് പിടിച്ചത് 36,000 വോട്ടുകൾക്ക് മുകളിലായിരുന്നു. 2016 ഈ മണ്ഡലത്തിൽ BJPക്ക് ലഭിച്ചത് 31,411 വോട്ടുകളായിരുന്നു. ലോക്സഭയിൽ അത് 36,628 വോട്ടുകളായി വർദ്ധിപ്പിച്ചു. ഈ സാഹചര്യത്തിലാണ് BJP ഇത് A ക്ലാസ് മണ്ഡലത്തിന്റെ ലിസ്റ്റിൽ പെടുത്തിയിരിക്കുന്നത്. ഇത്തവണ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനാണ് ഇവിടെ BJP സ്ഥാനാർത്ഥി എന്ന് പറയപ്പെടുന്നു. BJPക്ക് കാലാനുസൃതമുണ്ടാകുന്ന വോട്ട് വർധനവും ജോർജ് കുര്യന്റെ കേന്ദ്രമന്ത്രി സ്ഥാനം നൽകുന്ന ആനുകൂല്യവും അദ്ദേഹത്തിന്റെ വ്യക്തിത്വവും ഇത്തവണ അവർ വോട്ട് വർദ്ധിപ്പിക്കുമെന്ന് മണ്ഡലം പിടിക്കാനാകുമെന്നുമാണ് BJP കരുതുന്നത്. തൊട്ടടുത്ത പൂഞ്ഞാറിൽ PC ജോർജാണ് BJPയുടെ സ്ഥാനാർത്ഥി. ഇവിടുത്തെ സിറ്റിംഗ് MLA മാണി ഗ്രൂപ്പിലെ സെബാസ്റ്റ്യൻ കളത്തിങ്കലാണ്. എന്നാൽ മണ്ഡലത്തിൽ ഇപ്പോൾ LDF-ന് അനുകൂലമല്ലെന്നാണ് വിവിധ സർവേകളിൽ തെളിയുന്നത്. PC ജോർജാണ് ഇവിടെ BJP സ്ഥാനാർത്ഥിയെന്ന് പറയപ്പെടുന്നു. കഴിഞ്ഞ തവണ സ്വതന്ത്രനായിരുന്നു PC ജോർജ് ഇവിടെ മത്സരിച്ചത്. അന്ന് BDJS-ന്റെ സ്ഥാനാർത്ഥിയും ഇവിടെ ഉണ്ടായിരുന്നു. BJPക്ക് ഉണ്ടായിട്ടുള്ള വോട്ട് വർധനവും PC ജോർജിനും BDJS-നും കൂടി 2021 ലഭിച്ച വോട്ടുകളും ചേർന്നാൽ മണ്ഡലം പിടിക്കാമെന്നാണ് BJP കരുതുന്നത്. മൂന്നാമത്തെ മണ്ഡലം വൈക്കമാണ്. വൈക്കത്തെ മുൻ MLA ആയിരുന്ന CPI നേതാവ് K. അജിത്ത് ഇക്കഴിഞ്ഞ ദിവസമാണ് BJPയിൽ ചേർന്നത്. അദ്ദേഹം തന്നെയായിരിക്കും ഇവിടെ BJP സ്ഥാനാർത്ഥിയാകുന്നതെന്നും പറയപ്പെടുന്നു. CPIക്ക് കോട്ടയം ജില്ലയിലുള്ള ഏക മണ്ഡലമാണ് വൈക്കം. 3 തവണ MLA ആയ ആൾക്കായിരിക്കില്ല ഇത്തവണ സ്ഥാനാർത്ഥിത്വം എന്ന് പറയപ്പെടുന്നു. അങ്ങനെയെങ്കിൽ പുതിയൊരാളാകും BJP സ്ഥാനാർത്ഥിയായി എത്തുക. ഇവിടെയാണ് മുൻ MLA ആയ അജിത്തിൻ്റെ പ്രസക്തി ഏറുക. കഴിഞ്ഞ തവണ BDJS ആയിരുന്നു ഇവിടെ മത്സരിച്ചത്. അന്ന് BDJS-ന് 25,000 വോട്ടുകൾ പിടിക്കാനായി. BJP സ്ഥാനാർത്ഥി ആയിരുന്നെങ്കിൽ അത് കൂടുമായിരുന്നു എന്നാണ് പാർലമെന്റ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ വോട്ട് വർധനയും മുൻ MLA എന്ന നിലയിൽ അജിത്തിന് ലഭിക്കാനിടയുള്ള വോട്ടും മണ്ഡലത്തെ A+ലെങ്കിലും എത്തിക്കുമെന്നാണ് BJP കരുതുന്നത്. ഈ 3 മണ്ഡലങ്ങളിലോടും ചേർന്ന് നിൽക്കുന്ന മണ്ഡലമാണ് പാല. 3 മണ്ഡലങ്ങളിൽ നിന്നും അടിക്കുന്ന BJP കാറ്റ് പാലായെ മാറ്റിമറിക്കുമെന്നാണ് BJP കരുതുന്നത്. പാലായിൽ ഇത്തവണ ഷോൺ ജോർജാണ് BJP സ്ഥാനാർത്ഥിയെന്ന് ഉറപ്പായിട്ടുണ്ട്. UDF സ്ഥാനാർത്ഥി മാണി സി കാപ്പനാണ്. LDF സ്ഥാനാർത്ഥിയായി ജോസ് കെ മാണി കൂടി എത്തിയാൽ മണ്ഡലത്തിൽ തീ പാറുമെന്ന് ഉറപ്പാണ്. മുൻപ് PC ജോർജിന് അനുകൂലമായി പൂഞ്ഞാറിൽ വോട്ട് ലഭിച്ച 2 പഞ്ചായത്തുകൾ ഇപ്പോൾ പാലാ മണ്ഡലത്തിലാണ്. ഈ വോട്ടുകൾ ഷോൺ ജോർജിന് ലഭിക്കുമെന്നാണ് BJP കരുതുന്നത്. സിറ്റിംഗ് MLA ആയ മാണി സി കാപ്പനോട് വ്യക്തിപരമായി മണ്ഡലത്തിൽ ഒരു വിരക്തി പടർന്നിട്ടുണ്ടെന്നാണ് പൊതുവെ വിലയിരുത്തൽ. എന്നാൽ ഇത് LDF-ന് അനുകൂലമാകില്ലെന്നാണ് കരുതപ്പെടുന്നത്. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ സുപ്രീം കോടതിയിൽ വരെ പോരാടുന്ന ഷോൺ ജോർജിന് LDF വിരുദ്ധ വോട്ടുകളേറെയും ലഭിക്കുമെന്നാണ് BJP കണക്കുകൂട്ടൽ. ഒപ്പം ഷോൺ ജോർജിന് സഭകളുമായുള്ള അടുപ്പം സഭകളെ BJPയോട് അടുപ്പിക്കാൻ ഇടയായിട്ടുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF-നോ ജോസ് കെ മാണിക്കുമെതിരെ പാലാ മുനിസിപ്പാലിറ്റിയും ശക്തമായ വികാരമാണ് ഉണ്ടായത്. അന്നിത് UDF-നാണ് ഗുണം ചെയ്തത്. എന്നാൽ ഷോൺ ജോർജ് സ്ഥാനാർത്ഥിയായതോടെ ഇത് BJPക്ക് അനുകൂലമായി മാറുമെന്നാണ് നിരീക്ഷക മതം. 2021 തിരഞ്ഞെടുപ്പിൽ BJPക്ക് ലഭിച്ച 25,000 വോട്ടും ഇതും കൂടി ചേർന്നാൽ ഷോൺ ജോർജിനെ 1ാം സ്ഥാനത്തോ അല്ലെങ്കിൽ 2ാം സ്ഥാനത്തോ എത്തിക്കാമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഈ കണക്കുകളുടെയൊക്കെ വെളിച്ചത്തിലാണ് ജോസ് കെ മാണി 3ാം സ്ഥാനത്താകുമെന്ന് പച്ചയ്ക്ക് പറയാൻ രാഷ്ട്രീയ നിരീക്ഷകൻ
എ ജയശങ്കറിന് തന്റെ ഇടം നൽകിയത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വില്ലേജ് ന്യൂസ് വെബ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒപ്പം കമന്റ് ആൻഡ് ഷെയർ കൂടി ചെയ്യുക.